അപ്പോൾ നമ്മൾ ആഗസ്റ്റ് 22 വേൾഡ് ഫോക്ക്ലോർ ഡേ ആണെന്ന്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ, അതേമാതിരി നാട്ട് വഴക്കങ്ങൾ, നാട്ടുകലകൾ, ഇതിൻ്റെയൊക്കെ ഒരു നാടൻ പാട്ട് ഉൾപ്പെടെയുള്ള പരമ്പരാഗത കലകളെയൊക്കെ പ്രതിപാദിപ്പിക്കുന്ന ഒരു പഠന ശാഖയാണ് ഫോക്ക്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവസം വ്യത്യസ്തമായൊരു ആചരണം വേണമെന്നുള്ള ഒരു ചിന്തേൻ്റെ പുറത്തുനിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു തുടിപ്പെരുക്കെന്ന് പറഞ്ഞിട്ട് ഈ ക്യാമ്പസിലെ കുട്ടികളെ മാത്രം, ഇത് ഗേൾസ് സ്കൂളാണ്, ഗേൾസ് ഓൺലി സ്കൂളാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് കൊട്ടുവാൻ ഈ താളത്തിൽ അവർക്കൊരു പിന്നോക്കാണെന്നുള്ള ചിന്ത പൊതുവെ സമൂഹത്തിനുണ്ട്. അപ്പോൾ അതിനപ്പുറം നമ്മൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി ഈ കുട്ടികളെ തുടി എന്ന് പറഞ്ഞ ഉപകരണമാണിത്. തുടി പരമ്പരാഗത ഗോത്ര നാട്ടുവാദ്യമാണ്. അതിൻ്റെ പ്രയോഗം കുറച്ച് സങ്കീർണ്ണമാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പെൺകുട്ടികൾക്കത് ബലത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അവരെ പരിശീലിപ്പിച്ച് ഒരാഴ്ച കൊണ്ടാണ് നമ്മൾ, ഇപ്പോൾ കുറേ സ്കൂൾ അവധിയൊക്കെ ആയിരുന്നു നമുക്കറിയാം, വയനാട്ടിലെ ദുരന്തമൊക്കെ ആയിട്ട്. അതിനുശേഷം നമ്മൾ ഒരാഴ്ച കൊണ്ട് ട്രെയിൻ ചെയ്തെടുത്തതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ സാറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് എല്ലാവരും പറയും. എൻ്റെ കൈയൊക്കെ നല്ല പൊട്ടിയെന്നു ഇത് ഇങ്ങനെ മുറുക്കിയിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരുന്നത്. ഭയങ്കര ആവേശമാണ് നമുക്കിത് കൊട്ടിങ്ങനെ ഇത് ഓരോ ചെയ്യുമ്പോൾ ഇതിനോടുള്ള ഇഷ്ടം കൂടി അങ്ങനെ ചെയ്യാണ്. നല്ല അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് നാടൻ പാട്ടിൽ ഇങ്ങനെ കൊട്ട് പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ നല്ല ഇതുണ്ട്, കൊട്ട് എല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല അനുഭവം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇതിൽ ചേരുന്നത്. കൊട്ടാനങ്ങനെ കഴിവുണ്ടെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഇതിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അതിലൊരു ടാലന്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇവിടെ നാടൻപാട്ടിന് നല്ല പാരമ്പര്യമുള്ള സ്കൂളാണ്. സംസ്ഥാന കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയിട്ട്. അതിലുള്ള കുട്ടികളൊക്കെ ഈ ടീമിലുണ്ട്. കുറച്ച് കുട്ടികളും കൂടി ഇനി ട്രെയിനിങ്ങിലൊക്കെ ആണ്. അപ്പോൾ 25-30 കുട്ടികളും നമ്മൾ പങ്കെടുപ്പിച്ചിട്ട് തുടിപ്പെരുക്കം എന്ന് പേരിട്ട് നാട്ടുവാദ്യങ്ങൾ മാത്രം ചേർത്ത് തുടി, വീക്ക് ചെണ്ട, കോൽച്ചിലമ്പ്, ഇതൊക്കെ പരമ്പരാഗത ഓരോ സമുദായം ഉപയോഗിക്കുന്ന, ഓരോ പ്രദേശത്ത് ഓരോ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന നാട്ടുവാദ്യങ്ങളാണ്. അത് വെച്ചിട്ട് നമ്മൾ തുടിപ്പെരുക്കം എന്നുള്ളൊരു താള സമന്വയം, ഒരു നാട്ടുവാദ്യ താള സമന്വയം എന്നുള്ള ഒരു രൂപത്തിൽ ചെയ്തതാണ്. അപ്പോൾ അത് പിന്നെ വളരെ ആത്മാർത്ഥമായിട്ടത് ചെയ്തു. അപ്പോൾ ഒരുപാട് നല്ല ക്രൗഡുണ്ടായി. അപ്പോൾ അവർ വളരെ ഊർജ്ജസ്വലതയോടെ ചെയ്തതാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പം ഞങ്ങൾ അടുത്ത ലക്ഷ്യം ഇപ്പോൾ 20, 25, 30 പേരാണ്. 100 പേരെ വെച്ചിട്ട് ഇത് വികസിപ്പിച്ച് വലിയൊരു ഫ്യൂഷനാക്കി ചെയ്യണം ഈ ക്യാമ്പസിൽ വെച്ചിട്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ ഒരു സിംഫണി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പസിൽ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ മാത്രമായിട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാം ഉണ്ടെങ്കിൽ സാധാരണ ചെയ്യുക പുറത്തുനിന്ന് ഒരു പ്രൊഫഷണൽ ട്രൂപ്പിനെ കൊണ്ടുവരും, എന്നിട്ട് അവരെ വെച്ച് ചെയ്യും. നമ്മളതിൻ്റെ കൂടെ ചാടിക്കളിക്കും, താളം പിടിക്കുന്നുള്ള. അപ്പോൾ ഈ ക്യാമ്പസിലെ കുട്ടികൾ തന്നെ പ്രോഗ്രാം താളം പിടിക്കുകയും അതിനൊപ്പം അവരെ കൂട്ടുകാരികളും ടീച്ചേഴ്സൊക്കെ അതിനെ ചുവട് വെക്കുകയും ചെയ്യുന്ന നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ വേദിയിൽ ഇവിടെ ഉണ്ടായത്. ഉപയോഗിച്ച ഉപകരണങ്ങൾ മുഖ്യമായിട്ടും തുടി എന്ന് പറഞ്ഞാൽ ഈ ഗോത്ര നാട്ടുവാദ്യങ്ങളിൽ ഒരുവിധം എല്ലാ പാരമ്പര്യത്തിലും ഉപയോഗിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന വാദ്യമാണ്. അതുപോലെ നമ്മുടെ പറയ, പുലയ, അങ്ങനെയുള്ള എല്ലാ പരമ്പരാഗത അടിസ്ഥാന വർഗ്ഗങ്ങളുടെ ഗോത്ര നാട്ടുവാദ്യമായിട്ട് ഒരു പൊതു സ്വീകാര്യത ഉള്ള, കേരളത്തിൽ ഉടനീളം ഉപയോഗിക്കുന്ന ഒരു നാട്ടുവാദ്യമാണ് തുടി. ആ തുടി ഉപയോഗിച്ചു. പിന്നെ വീക്ക് ചെണ്ട, വലിയ ചെണ്ട, അത് ഉപയോഗിച്ചു. പിന്നെ കോൽച്ചിലമ്പ് എന്ന് പറഞ്ഞ നമ്മൾ ടൈമറാണ്, കിലുക്കം, നമ്മൾ നല്ല കിലുക്കം കിട്ടുന്ന സാധനം, കോൽച്ചിലമ്പ്, അതും ഉപയോഗിച്ചു. 30 കുട്ടികളുണ്ടായി. പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ നാടൻ പാട്ട് എന്ന് പറഞ്ഞൊരു കലാരൂപത്തിലാണ് ഇത് നമ്മൾ ഒരു അനുസാരി വാദ്യം, അതായത് അതിനെ സപ്പോർട്ടിങ് ഇൻസ്ട്രുമെൻ്റായിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റോ 2 ഇൻസ്ട്രുമെൻറ്റോ മാത്രം ഉപയോഗിക്കുകയാണ്. അത് അവരെ മാസങ്ങളിട്ട് ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരാറുള്ളത്. എന്നാലും അത് ഒരു പൂർണ്ണതയ്ക്ക് വരാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ അവധി ദിവസങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവർ ആദ്യം തുടങ്ങിയപ്പോൾ 5-6 പേരുണ്ടായത്. പിന്നെ ഇത് കണ്ട് ആവേശം കൂടി മറ്റു കുട്ടി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ പരമാവധി കഴിഞ്ഞപ്പോൾ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ ഞായറാഴ്ച, അതുപോലെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹോളിഡേ വന്നു, ശ്രീനാരായണ ഗുരു ജയന്തി ദിവസം, ആ ദിവസമൊക്കെ ഫുൾ ഡേ വെച്ചിട്ട് ഇത് നല്ല ബുദ്ധിമുട്ടായി. ഈ കയറിട്ട് വലിക്കുമ്പോൾ ഈ കൈയൊക്കെ പൊട്ടി, അവർക്കൊക്കെ കൈയൊക്കെ പൊട്ടിയൊക്കെ വരും വേണ്ടോ എല്ലാവരും. എന്നാലും അതിനെ ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാവരും ഈ പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടാണ് കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ കയർ വലിക്കുക, വലത് കൈ കൊണ്ട് കൊട്ടിയാൽ മാത്രം പോരാ, ഇടത് കൈ കൊണ്ട് കയർ വലിച്ചിട്ട് അതിൻ്റെ ടോൺ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ നാദം കിട്ടുക. അപ്പോൾ ആ നാദം കിട്ടാൻ വേണ്ടി അവർ കൈ വലിച്ചൊക്കെ എല്ലാവരും കൈയൊക്കെ പൊട്ടി പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടാണ് കൊട്ടുന്നത്. എന്നാലും അവർ വേദനയൊക്കെ സഹിച്ചത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റാണ് ഇന്ന് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടല്ലേ, അടുത്ത ഇതിൽ നമുക്ക് ഒരു അരമണിക്കൂർ 100 പേരൊക്കെ വെച്ചിട്ട് കേരളം മുഴുവൻ, ഇതിപ്പോൾ എല്ലാ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ ഫസ്റ്റ് ടൈം ഇന്ന ക്യാമ്പസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻ കേരള എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ അത് നല്ല ശ്രദ്ധ കിട്ടും എന്നാണ് പ്രതീക്ഷ.